ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളിത് വയനാടിന്റെ ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ഇത് വയനാടിന്റെ മാത്രം ദുരന്തമല്ല, കേരളത്തെ മാത്രം ബാധിച്ച ഒരു കാര്യമല്ല. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് കർണാടകത്തിൽ നിന്നും ഈ സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകളാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പം എല്ലാ ദിവസവും തന്നെ ആദ്യത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇന്ന് വന്ന ഇതിൻ്റെ ഇടയിൽ ഇവിടെ വേണ്ട അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് പോയതാണ്. ഇപ്പോൾ വീണ്ടും 30 അംഗമുള്ള ടീം വീണ്ടും ഇന്ന് ഇവിടുത്തെ വിഷയങ്ങളുമായി വോളണ്ടിയറുമായി പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ്. ഇത് എങ്ങനെയാണ് ഈ ഒരു കോർഡിനേഷനൊക്കെ നടന്നത്? ഇങ്ങനെ വയനാട്ടിലാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം, നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയൊരു ദുരന്തമാണ്. അപ്പം ഇത്രയും ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു തെരച്ചിലിന് ഇറങ്ങാം എന്നുള്ളത്? ഞങ്ങൾ SSFന്റെ ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായ നേതൃത്വത്തിൻ്റെ ഇതുണ്ട്, ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ SYSന്റെ ഇസാബ് അടക്കം ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാന്ത്വനം. അപ്പോൾ കർണാടകയിൽ നിന്ന് ഇതിനകം ഒരുപാട് അവശ്യ സാധനങ്ങളുമായൊക്കെ ഇതിനകം വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ കർണാടകയിലുള്ള ഞങ്ങൾ കൊടക് ജില്ലക്കാരാണ്. അപ്പോൾ കൊടക് ജില്ല വയനാടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണല്ലോ. അപ്പോൾ എല്ലാ വിഷയത്തിനും ഞങ്ങളിവിടെ ബന്ധപ്പെടാറുണ്ട്. ആ നിലക്കാണ് കൊടകിൽ നിന്ന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ എല്ലാ ജമിയത്തുൽ-ഉലമ, മുസ്ലിം ജമാഅത്ത്, കിസ്വ, SYS അടക്കമുള്ള SF അടക്കമുള്ള എല്ലാ സംഘകുടുംബങ്ങളും ചേർന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം തിരച്ചിലിന് ഇറങ്ങാൻ വേണ്ടി, ഇവിടുത്തെ മനുഷ്യരോടൊപ്പം തിരച്ചിലിന് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ അയൽ നാട്ടിൽ നിന്നെത്തിയ ഒരു ആളുകളെയാണ് കണ്ടത്. ഇവിടെയും മറ്റ് ഒരുപാട് മനുഷ്യരുണ്ട് ഇങ്ങനെ ഇതിനായിട്ട് എത്തിയിട്ടുള്ളത്.